السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല സമയത്തിനും സ്ഥലങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാം ചിലർക്ക് അല്ലെങ്കിൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അത് ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം. അപ്പോൾ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള മനുഷ്യരാകട്ടെ, സമയമാകട്ടെ, സ്ഥലങ്ങളാകട്ടെ, അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ മാസം. വിശിഷ്യ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹിച്ചിട്ടുള്ള, പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യർ പ്രവർത്തിക്കുന്ന അമലുകളിൽ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അഷർ എന്ന് പറയുന്ന 10 എന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ ഇത് കേട്ട സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിന് വേണ്ടി പോകുന്നതും പോരാടുന്നതും അതിൽ മരണം വരിക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ശ്രേഷ്ഠമാണോ ഈ പറയപ്പെട്ട അയ്യാമുൽ അഷർ അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് ചോദിച്ചു. കാരണം അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി സ്വഹാബിമാരെ ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫീ സബീലില്ലാ. അതേ പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ശ്രേഷ്ഠം തന്നെയാണ് ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞു. ഇല്ല റജുൽ, ഒരു മനുഷ്യനൊഴികെ അയാൾ എന്ത് ചെയ്തു? ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. ആരൊഴികെ? ഒരാൾ അയാളുടെ സമ്പത്തും അയാളുടെ സ്വന്തത്തെ തന്നെയും ഈ മാർഗത്തിലേക്ക് സമർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിന് പുറപ്പെട്ടു പോവുകയും തൻ്റെ സമ്പത്തോ തന്നെ തന്നെയോ മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അയാൾ ഒഴികെ, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായും അയാളുടെ പ്രതിഫലം എന്നത് മറ്റൊരു തലത്തിലാണ്, നമുക്ക് ഇതിനോട് താരതമ്യപ്പെടുത്താൻ കഴിയാത്തത് രീതിയിലുള്ള പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. പക്ഷെ അതൊഴികെയുള്ള മറ്റ് എന്ത് സൽക്കർമ്മമാകട്ടെ അതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രിയപ്പെട്ടത് ഈ 10 ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ദിവസങ്ങളിലുള്ള ഖുതുബകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതിലൊന്നാമത്തത്, ഇതിൻ്റെ ദിനരാത്രങ്ങളെ പശ്ചാത്താപത്തോടുകൂടി അതിലേക്ക് പ്രവേശിക്കാനുള്ള മുന്നൊരുക്കം നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. തൗബ സാദിഖ, സത്യസന്ധമായിട്ടുള്ള ഒരു തൗബ നടത്തിക്കൊണ്ട് വേണം ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നൊരു മനുഷ്യന് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ കണക്കുകൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒന്നാണ് പാപമോചനം എന്നുള്ളത്. അത് അല്ലാഹുവിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലേ? ഭവനം, സന്താനം, സുഖസൗകര്യങ്ങൾ, ആരോഗ്യം, ഇതൊക്കെ നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. പക്ഷെ അല്ലാഹുവിൻ്റെ പാപമോചനം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹം ഏറ്റവും ആദ്യം നേടേണ്ടതുമാണ്.
മറ്റനുഗ്രഹങ്ങൾക്ക് മുൻപ് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ് അത്. മറ്റെല്ലാം ഉണ്ടായിട്ടും അതില്ലെങ്കിൽ നമ്മൾ പരാജിതരായി പോകും. അപ്പം അതുകൊണ്ട് തൗബ സാദിഖ, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു തൗബ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തൗബത്ത് നസൂഹ എന്ന് പറഞ്ഞു. അത്തരത്തിൽ ആത്മാർത്ഥമായ തൗബ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ഈ ദിവസങ്ങളെ വരവേൽക്കുമ്പോൾ. മറ്റൊന്ന്, ഈ 10 ദിവസങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ തയ്യാറാക്കണം. 10 ദിവസങ്ങളിൽ എന്തൊക്കെ അമലുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നോമ്പാണോ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണമാണോ, സദഖയാണോ, മറ്റെന്താണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മൾ ഈ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നമുക്കുണ്ടാകണം. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. ഒരു പ്ലാനോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുക. അത്തരത്തിൽ ഈ 10 ദിവസങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മളൊരു പദ്ധതി നമുക്കുണ്ടാകണം. എന്തൊക്കെയാണ് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ എന്നുള്ളത് നമ്മൾ വീണ്ടും നമ്മെ തന്നെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്തൊക്കെയാണ് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ? ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്ത ദിവസങ്ങളാണ് എന്നുള്ളതാണ്. അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ച വിരളമായ കാര്യങ്ങളിൽ ഈ 10 ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏത് സൂറത്തിലാണ്? വൽ ഫജ്ർ വലയാലിൻ ആശിർ എന്ന് പറഞ്ഞു. അല്ല, ഇത് അഖ്സം അല്ലാഹു സുബ്ഹാനഹു വ തആല ബിശൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്നിനെ കൊണ്ട് സത്യപ്പെടുത്തിയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദല്ല അലാ ഇളമത്തി, അതിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. എന്തൊന്നിനെ കൊണ്ടാണോ സത്യപ്പെടുത്തിയത് അതിൻ്റെ മഹാത്മ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അതിൻ്റെ ശ്രേഷ്ഠതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അതിൽപ്പെട്ടതാകുന്നു എന്ത്? ഈ 10 ദിവസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസ്മ് ചെയ്യാൻ ഉപയോഗിച്ച 10 ദിവസങ്ങൾ. ഇതിൻ്റെ ഈ ആയത്തിൻ്റെ വിശദീകരണം നടത്തിയപ്പോൾ സഹാബിമാർ പലരും പറഞ്ഞു, ഈ ആയത്ത് പറയപ്പെട്ട 10 എന്നുള്ളത് ദുൽഹിജ്ജയുടെ 10 എന്ന് തീർത്തും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഇന്നഹു യൗമു ഇക്മാലിദ്ദീൻ വ ഇത്മാമിൻ നിഅമ, എന്താണ്? ഈ ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ പൂർത്തീകരിച്ച ദിവസം ഈ അയ്യാമുൽ അശ്റിലാകുന്നു, അല്ലേ? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, എന്താണ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞു. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇക്മാൽ ദീൻ എന്ന് പറയുന്ന ദീനിന്റെ പൂർത്തീകരണം എന്ന് പറയുന്ന ആ പൂർത്തീകരണം സംഭവിച്ചിട്ടുള്ളത് ഈ 10 ദിവസങ്ങളിലാണ്. അള്ളാഹു നിഅമത്തിനെ പൂർത്തിയാക്കി നാം നൽകി എന്ന് പറഞ്ഞ ആ നിഅമത്തിന്റെ പൂർത്തീകരണവും ഈ 10 ദിവസങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, യഹൂദികളായിട്ടുള്ള ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക്കും തഖറഊന ആയ, നിങ്ങൾ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. ഈ ആയത്ത് നമുക്കായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ആ ദിവസത്തെ ഈദൻ, വലിയ ആഘോഷപൂർണമായ ആ ദിവസത്തെ നമ്മൾ ആഘോഷിക്കുമായിരുന്നു, സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളൊരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്, ആ ആയത്ത് നമുക്കാണ് അവതരിപ്പിച്ചതെങ്കിൽ ആ ദിവസങ്ങളെ ഞങ്ങൾ എന്താക്കുമായിരുന്നു? ആഘോഷപൂർണമായി അതിനെ സ്വീകരിച്ച് അതിനൊരു ഈദാക്കി മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഏതാണ് ആയത്ത് എന്നവർ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅലമു ഹീന ഉൻസിലത്, എനിക്കറിയാം ഈ ആയത്ത് എവിടെയാണ് അവതരിപ്പിച്ചത് എന്ന് എനിക്കറിയാം, അത് എപ്പോഴാണ് അവതരിപ്പിച്ചത് എന്ന് എനിക്കറിയാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയായിരുന്നു നിന്നിരുന്നത് എന്നുള്ള ആ പോയിന്റ് എനിക്കറിയാം, വളരെ കൃത്യമായിട്ട് എനിക്ക് ഈ ആയത്തിനെ കുറിച്ച് അറിയാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ആ ആയത്ത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊരു പ്രത്യേകത, ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് അൽ ഉജൂറു ഫീഹ മുദാഅഫ, ആ ദിവസങ്ങളിലുള്ള പ്രതിഫലങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നതാണ്. അതിലുള്ള ഉജൂറുകൾ എന്ത് ചെയ്യപ്പെടും? ആ ദിവസങ്ങളിലെ പ്രതിഫലങ്ങൾ പല മടങ്ങുകളായി
നൽകപ്പെടുന്നു, മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. അയ്യാമുൽ അശ്റിന്റെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യാം മഅലൂമാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദിവസങ്ങളാണ്, അറിയപ്പെടുന്ന ദിവസങ്ങൾ, ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വയദ്കുറു ഇസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം സൂറത്തുൽ ഹജ്ജിൽ. അള്ളാഹുവിൻ്റെ ഇസ്മിനെ ഈ ദിവസങ്ങളിൽ, ഈ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങളിൽ അവൻ്റെ നാമത്തെ സ്മരിക്കുന്നതിൽ നിങ്ങൾ ഈ ദിവസത്തിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ പറയുകയുണ്ടായി, ഈ പറയപ്പെടുന്നത് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ് എന്ന് അവരൊക്കെയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, അഫ്ദലു അയ്യാമിദ് ദുനിയ അൽ അശ്ർ, ഈ ദുനിയാവിലെ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദിവസം എന്താണെന്ന് ചോദിച്ചാൽ അത് അയ്യാമുൽ അശ്റാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. വലാ മിസ്ലുഹുന്ന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനോടും നമുക്ക് തുല്യപ്പെടുത്താൻ കഴിയാത്ത, അത്രയും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത്രത്തോളം എന്തുണ്ട്, മഹാത്മ്യമുണ്ട് ഈ 10 ദിവസങ്ങൾക്ക്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഈ 10 ദിവസങ്ങളിലാണ് അറഫാ ദിനം ഉൾക്കൊള്ളുന്നത്. അറഫാ ദിനം ഈ 10 ദിവസങ്ങളിൽ ഒരു ദിവസത്തിലാണ് എന്നുള്ളതും ഈ അയ്യാമുൽ അശ്റിന്റെ പ്രത്യേകതകളിൽ ആണ്. യൗമ അറഫ ഇതിലുണ്ട്. യൗമ അറഫ എന്ന് പറഞ്ഞാൽ യൗമുൽ മഗ്ഫിറ, മഗ്ഫിറത്ത് ദുനൂബ്, തിന്മകൾക്ക് മഗ്ഫിറത്ത് നൽകപ്പെടുന്ന യൗമ അറഫ ഈ ദിവസങ്ങളിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. യുകഫിറു സനത്തൽ മാദി വൽ ബാഖി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിഞ്ഞുപോയ അയാളുടെ വർഷത്തെ തിന്മകളും വരാനുള്ളതുമായിട്ടുള്ള തിന്മകളുമെല്ലാം പൊറുക്കപ്പെടുന്ന യൗമ അറഫ ഈ 10 ദിവസങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ പറഞ്ഞതായി കാണാം, ഈ അയ്യാമുൽ അശ്റിന് അറഫയല്ലാതെ മറ്റ് പ്രത്യേകതകളൊന്നുമില്ലായിരുന്നെങ്കിൽ പോലും ആ അറഫ ഉണ്ട് എന്നുള്ള ആ ഒരു കാരണം മതിയായിരുന്നു ഇതിന് ഈ ശ്രേഷ്ഠതകളൊക്കെ ലഭിക്കാൻ. ആ അറഫ ഒരെണ്ണം മാത്രം മതി, ബാക്കി ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ അയ്യാമുൽ അശ്റിന് ആ ശ്രേഷ്ഠത ലഭിക്കാൻ അറഫ മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതൊരുപാട് അറഫയുടെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം, അതെല്ലാം ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അറഫയുടെ ശ്രേഷ്ഠതകൾ അയ്യാമുൽ അശ്റിന്റെ ശ്രേഷ്ഠതകളുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദുആ സ്വീകരിക്കപ്പെടുന്നതും മുതലായിട്ടുള്ള ഒരുപാട് 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 കാര്യങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചുരുക്കി പറയുകയാണ്, വരാനുള്ള ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്നതിന് ശേഷം നന്മകളെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നന്മകളോടൊപ്പം കൂട്ടിക്കലർത്തുമ്പോൾ തിന്മകൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സിൽ ക്ലാവ് പിടിപ്പിക്കുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ അത് മ്ലേച്ഛമാക്കും. അതിലേക്ക് നന്മകൾ കടന്നു വരാൻ സാധിക്കാത്ത വിധം അതിനെ കാഠിന്യമുള്ളതാക്കും. ഇത്തരം അവസ്ഥകൾ, തിന്മകൾ വർദ്ധിക്കുന്നതിലൂടെ ഉണ്ടാവുകയാണ്. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് പശ്ചാത്താപത്തിൻ്റെതാകണം, ഹൃദയ ശുദ്ധീകരണത്തിൻ്റെതാകണം, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടേതാകണം, സ്വയം മാറാൻ ഒരവസരം എന്ന രീതിയിൽ അതിനെ കാണണം. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ, ഒരുപാട് അമലുകൾ ചെയ്യാവുന്നതായിട്ടുള്ള ഒരുപാട്, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് അമലുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇപ്പോൾ പരാമർശിക്കാൻ സമയമല്ല, അല്ലേ? തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, തഹ്ലീൽ, തസ്ബീഹ് വർദ്ധിപ്പിക്കുക, അല്ലേ? തസ്ബീഹ് ചെയ്യുക, തഹ്ലീൽ ചെയ്യുക, തക്ബീർ ചെയ്യുക, ഇതെല്ലാം അയ്യാമുൽ അശ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എപ്പോഴാണ് തക്ബീർ ചെയ്യേണ്ടത്, എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം, നമസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലേണ്ടത് ഏതൊക്കെ നമസ്കാരം, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ്, അതെല്ലാം അതിൻ്റെ അനുബന്ധ ചർച്ചകളാണ്. പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തക്ബീർ കൊണ്ടും തഹ്ലീൽ കൊണ്ടും തഹ്മീദ് കൊണ്ടും എല്ലാം നമ്മുടെ
മനസ്സിനെയും നാവുകളെയും നമ്മൾ മുഖരിതമാക്കേണ്ട ദിവസങ്ങളാണ് അയ്യാമുൽ അശ്ർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി വരവേൽക്കുവാനും അതിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പാപമോചനം കരസ്ഥമാക്കുവാനും സ്വയം ശുദ്ധീകരിക്കുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.